കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 22, 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി വിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം. വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു. എൻ്റെ കാളകളെയും കൊടുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറായി കഴിഞ്ഞു. വിവാഹ വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവിൻ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും മറ്റൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിച്ചു. അവിടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്ന് തയ്യാറായിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരിക്കുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം നമുക്കൊത്തിരി ഒരു ഭാരം സമ്മാനിക്കുന്ന സുവിശേഷ ഭാഗമാണ്. കാരണം വചനം അവസാനിക്കുന്ന ഇങ്ങനെയാണ്, വിളിക്കപ്പെട്ടവർ വളരെ, എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഒത്തിരി പേര് വിളിക്കപ്പെട്ടു, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണെന്നാണ് പറയുന്നത്. അത് സുവിശേഷത്തിൻ്റെ ആരംഭം മുതൽ നോക്കിയാൽ കർത്താവ് പറഞ്ഞു, ക്ഷണിക്കപ്പെട്ടവരെ പോയി വിളിക്കാൻ പറഞ്ഞു. ആദ്യം വിവാഹ വിരുന്നിന്. കർത്താവ് ഇതൊരു സ്വർഗീയ വിവാഹ വിരുന്നിൻ്റെ ഒരു, നമ്മൾ പറയില്ലേ, ഒരു സ്വർഗരാജ്യത്തിൻ്റെ ഉപമയാണ്. അതുകൊണ്ട് തന്നെ സ്വർഗീയ വിരുന്ന് കർത്താവിനോടൊപ്പം നിത്യതയിൽ അവനോടൊപ്പം നമ്മൾ സ്വർഗീയ വിരുന്നിനിരിക്കും. അപ്പോൾ കർത്താവ് നമ്മളെല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മൾ ക്ഷണിക്കപ്പെട്ടവരാണ്. മാമോദീസായിലൂടെ ആ വിരുന്നിന്, നിത്യമായ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരാണ് നമ്മൾ. ക്ഷണിക്കപ്പെട്ട ജനത, ഓൾറെഡി ക്ഷണിക്കപ്പെട്ടവരാണ്. നമുക്ക് ഓൾറെഡി ഇൻവിറ്റേഷനൊക്കെ തന്നു കഴിഞ്ഞതാണ്. അത് പോകേണ്ട വഴി നമുക്കറിയാം. ഇൻവിറ്റേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എത്തിച്ചേരേണ്ട ഭവനം നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ പറയല്ലേ, നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് വിളിച്ചു, അല്ലെങ്കിൽ ഒരു പെരവെഞ്ചിരിപ്പിന് വിളിച്ചു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാർഡൊക്കെ അയച്ചു തരും, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വാട്സപ്പിലൊക്കെ അയച്ചു തരും. ലൊക്കേഷൻ സ്കാൻ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. പോകേണ്ട വഴി അറിയാം, എത്തിച്ചേരേണ്ട ഭവനം അറിയാം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയെന്ന് വെച്ചാൽ നമ്മളെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല, അല്ലേ? നീ എവിടെ നിന്നാണ് വന്നതെന്നും ചോദിക്കാൻ പോകുന്നില്ല. കാരണം നമുക്ക് ഓൾറെഡി ഇൻവിറ്റേഷൻ കിട്ടിയവരാണ്. എന്ന് പറയുന്ന പോലെ മാമോദീസായിലൂടെ നമ്മളെല്ലാം ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞവരാണ്. കർത്താവിനോടൊപ്പം നിത്യതയിൽ അവനോടൊപ്പം സ്വർഗീയ വിരുന്നിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്, വിളി ലഭിച്ചവരാണ് നമ്മൾ, ക്ഷണം സ്വീകരിച്ചവരാണ് നമ്മൾ. പക്ഷേ അങ്ങനെ ക്ഷണം സ്വീകരിച്ചവരെ ക്ഷണിക്കാൻ വിട്ടപ്പോൾ അവരോരോരുത്തർ അവരവരുടെ തിരക്കിലായിരുന്നു. ചിലർ വയലിലേക്ക് പോയി എഴുതി വെച്ചിരിക്കുന്ന, ഒരു വ്യാപാരത്തിന് പോയി എന്ന് പറഞ്ഞാൽ സ്വർഗീയ വിരുന്നിനിരിക്കാനുള്ള ക്ഷണം സ്വീകരിച്ച നാം ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധയില്ലാതെ ലൗകിക കാര്യത്തിൽ, ഭൗതിക കാര്യത്തിൽ മാത്രം ഒരുപക്ഷെ നമ്മുടെ ജീവിതം നമുക്ക് തള്ളി നിൽക്കും. അതുകൊണ്ടാണ് ഒരു വ്യാപാരത്തിന്, ഒരു വയലിലേക്ക് പോയി ഭൗതിക വിഷയങ്ങളിൽ മാത്രം നമ്മുടെ മനസ്സുടക്കി കിടക്കാം.
എന്നാൽ സ്വർഗീയ വിരുന്നിൽ അവനോടൊപ്പം ഒരിക്കൽ വിരുന്നിനിരിക്കാനുള്ള ക്ഷണം സ്വീകരിച്ചവരാണെന്നും ആ വിവാഹ വസ്ത്രം നൽകപ്പെട്ടവരാണ് നമ്മളെന്നുള്ള ബോധ്യം. ഈ വിവാഹ വസ്ത്രത്തിലേക്ക് വരുമ്പോൾ അതിന് നിരവധിയായ വ്യാഖ്യാനങ്ങളുണ്ട്. ഏറ്റവും കാതലായ സന്ദേശം എന്താണ്? അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാണ് നമ്മൾ, വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ക്ഷണം സ്വീകരിച്ചത് എന്തിലേക്കാണ്? യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിലേക്കുള്ള നീതീകരണത്തിലൂടെ രക്ഷയിലേക്ക്, സ്വർഗപ്രാപ്തിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ ക്ഷണം സ്വീകരിച്ച നാം അവന്റെ പരിശുദ്ധ രക്തത്താൽ അവന്റെ ബലിയാലുള്ള നീതീകരണത്തിലൂടെ കടന്നു പോകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ വിശുദ്ധീകരണം, ഒരു ആന്തരിക മനുഷ്യന്റെ വിശുദ്ധീകരണം, ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്, വിളി സ്വീകരിച്ചവരാണ്, പക്ഷേ ആ വിളിക്കനുസരിച്ചുള്ള ഒരു ആന്തരിക മനുഷ്യൻ, നമ്മൾ ആന്തരിക മനുഷ്യന്റെ വിശുദ്ധീകരണം നടന്നാൽ മാത്രമേ, അതും അവന്റെ കാൽവരി യാഗത്തിന്റെ യോഗ്യതയാൽ, കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ആ നീതീകരണം, ആ വിശുദ്ധീകരണം നമ്മളിൽ സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ഈ വിവാഹ വിരുന്നിന് ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരുവനെ കണ്ടു. ചോദിച്ചു, നീ എന്താ വിവാഹ വസ്ത്രം ധരിക്കാത്ത? നീ എങ്ങനെ ഇവിടെ വന്നേ? വിവാഹ വസ്ത്രം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട, അവന്റെ ബലിയുടെ യോഗ്യതയാൽ വിശുദ്ധീകരിക്കപ്പെട്ട, വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിക്കാതെ, ഒരാത്മാവ് പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെടാതെ അവരോടൊപ്പം വിരുന്നിനിരിക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ക്ഷണിക്കപ്പെട്ടവരാണ്. പക്ഷേ ക്ഷണിക്കപ്പെട്ട നമ്മൾ യഥാർത്ഥത്തിൽ വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതില്ല എങ്കിൽ നമ്മൾ ക്ഷണിക്കപ്പെട്ടവരായിരുന്നത് കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? നമ്മൾ മാമോദീസ സ്വീകരിച്ചവരാണ്, നമ്മളെല്ലാ കുദാശകളും സ്വീകരിക്കുന്നവരാണ്. ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞാ, ക്ഷണിക്കപ്പെട്ടവര് ചുരുക്കമാണ്, ഇത് കാര്യം ചെയ്യേ, പോയിട്ട് അവിടെ കാണുന്നവരെല്ലാം വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു, എല്ലാവരും വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വിളിക്കപ്പെട്ട ഒരു ജനസമൂഹം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഇന്നലകളിൽ ഒരിക്കൽ പോലും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവര്, മാമോദീസായിലൂടെ അല്ലാതെ വിശ്വാസത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒത്തിരി അക്രൈസ്തവര് ഇന്ന് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. യേശുവിനെ അറിഞ്ഞ് വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിച്ച് അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട, അവനിലൂടെ നൽകപ്പെട്ട രക്ഷ സ്വന്തമാക്കി ഇന്ന് ജീവിക്കുന്ന അനേകരുണ്ട്. ഇവിടെ കർത്താവ് പറഞ്ഞു, എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ക്ഷണം സ്വീകരിച്ച് ക്ഷണം നൽകപ്പെട്ടവര്, അവര് വരാൻ താല്പര്യമൊന്നുമില്ല, അവര് ഭൗതിക കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. വയലിലും ജോലി സ്ഥലത്തും കാശുണ്ടാക്കുന്ന കാര്യങ്ങളിലും വിദേശത്ത് പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളിലുമായിട്ട് മനസ്സുടക്കി കിടക്കുക. കർത്താവിനെ അന്വേഷിക്കുന്ന, യേശുവിൻ്റെ സ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന, സ്വർഗീയ വിരുന്നിൽ അവനോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ച് അവിടെ പറയുന്നല്ലേ, വിവാഹ വിരുന്ന് നൽകപ്പെടുന്ന സ്ഥലം നിറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ക്ഷണിക്കപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ആ ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന നാം തെരഞ്ഞെടുക്കപ്പെട്ടവരാണോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിളിക്കപ്പെട്ടവര് വളരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നമ്മൾ വിളിക്കപ്പെട്ട ഗണത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് രക്ഷ പ്രാപിച്ച് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട, അവനോടൊപ്പം സ്വർഗീയ വിരുന്നിനിരിക്കാൻ മാത്രം തക്ക വിധത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ടവരായി നമ്മൾ മാറി എന്നുള്ളതാണ്. അതാണ് ഓരോ പ്രാവശ്യം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വചനത്തിന്റെ ഏറ്റവും കാതലായ സന്ദേശം, ഞാനും നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വിളിക്കപ്പെട്ടവരാണ്, പക്ഷേ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണോ എന്നുള്ളതാണ് ചോദ്യം. മാമോദീസയിൽ ഒരു ക്ഷണം തന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ജീവിത വിശുദ്ധീകരണം കൊണ്ട്, അവന്റെ ബലിയുടെ യോഗ്യതയാൽ നാം അവനോടൊപ്പം വിരുന്നിനിരിക്കാൻ തക്ക വിധത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണോ എന്ന് ആത്മശോധന ചെയ്യാൻ നാം നിരന്തരം വിളിക്കപ്പെട്ടവരാണ്. അതിന് നമ്മുടെ ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെടേണ്ടതുണ്ട്, നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്, വിശുദ്ധിയുടെ വെള്ളവസ്ത്രം നാം ധരിക്കേണ്ടതുണ്ട്, കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ യോഗ്യത നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പുലർത്തേണ്ടതുണ്ട്. അവൻ്റെ വചനത്തോടും അവൻ്റെ സ്നേഹത്തോടും നമ്മൾ നിരന്തരം അതേയെന്ന് പറഞ്ഞ് അവൻ്റെ ഹൃദയത്തോട് അനുരൂപപ്പെട്ട് അവൻ്റെ ഹൃദയം സ്വന്തമാക്കുന്നു. ഒരു പുതിയ ഹൃദയം സ്വന്തമാക്കണം, ബാഹ്യമായ കാര്യങ്ങളിലല്ല, മറിച്ച് യേശുവിൻ്റെ ഹൃദയം സ്വന്തമാക്കുന്ന ഒരു അനുഭവമാണ് സ്വർഗം നമ്മളിൽ ആഗ്രഹിക്കുന്നത്.
അവിടെയാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത്. യേശുവിൻ്റെ രക്തത്താൽ അവൻ്റെ വിശുദ്ധീകരണം നമ്മളിൽ സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ക്ഷണിക്കപ്പെട്ടവരായി മാത്രം ജീവിതം തള്ളി നീക്കുന്നവരാണോ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൽ അവനോടൊപ്പം വിരുന്നിനിരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. ഈ ബലിയുടെ യോഗ്യത അത് സ്വർഗീയ ബലിയുടെ മുന്നാസ്വാദനമാണ്. യേശുവിനോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ടവരായി ജീവിക്കാനുള്ള യോഗ്യതയാണ് ഓരോ വിശുദ്ധ കുർബാനയും. ഈ വിശുദ്ധ കുർബാനയിൽ യേശുവിനോടൊപ്പം അവനോടൊപ്പം സ്വർഗീയ വിരുന്നിനിരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.